ഞാൻ സോയ് പി ജേക്കബ്, ന്യൂസ് ഡെസ്ക്, ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ പാല. ഇന്ന് 2024 ജൂൺ 13 വ്യാഴാഴ്ച. ഇന്നത്തെ പ്രധാന പത്രങ്ങളെല്ലാം പരിശോധിച്ച് അവയിലെ വിദ്യാഭ്യാസ വാർത്തകൾ സാംശീകരിച്ച് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്, വേഗത്തിലും ചുരുക്കത്തിലും. ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ: നീറ്റ്, ഗ്രേസ് മാർക്ക് റദ്ദാക്കൽ, പുനഃപരീക്ഷ പരിഗണനയിൽ. ജോസ, ഫീസ് നിരക്ക് ഇങ്ങനെ. IIT പുതുക്കിയ കട്ട് ഓഫ് മാർക്ക്. 9-11 ക്ലാസ്സുകളിൽ ഓപ്പൺ ബുക്ക് പരീക്ഷ CBSE നടപ്പിലാക്കും. കുസാറ്റ് ബിടെക്കിന് 25 വരെ ഓപ്ഷൻ കൊടുക്കാം. മദ്രാസ് IITയിൽ പാഠ്യപദ്ധതിയിൽ പരിഷ്കാരം. ഇന്നത്തെ മലയാള മനോരമയുടെ വിദ്യാഭ്യാസം പേജിൽ പ്രാധാന്യത്തോടുകൂടി കൊടുത്തിരിക്കുന്ന വിദ്യാഭ്യാസ വാർത്ത: നീറ്റ് UG ഗ്രേസ് മാർക്ക് ലഭിച്ചവർക്ക് വീണ്ടും പരീക്ഷ വന്നേക്കും. ഗ്രേസ് മാർക്ക് ഇല്ലാത്ത മാർക്കിന്റെ അടിസ്ഥാനത്തിൽ റാങ്ക് നിർണ്ണയിക്കാനും സാധ്യത. ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ നിർദ്ദിഷ്ട സമയം ലഭിക്കാത്തതിന് ഗ്രേസ് മാർക്ക് അനുവദിച്ച 1563 വിദ്യാർത്ഥികൾക്ക് വീണ്ടും പരീക്ഷ നടത്തിയേക്കും. 6 സെന്ററുകളിലെ വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് അനുവദിച്ചത് പുനഃപരിശോധിക്കാൻ UPSC മുൻ ചെയർമാൻ അധ്യക്ഷനായ 4-അംഗ സമിതിയെ നിയോഗിച്ചിരുന്നു. ഇവർക്ക് വീണ്ടും പരീക്ഷ നടത്തുകയോ ഗ്രേസ് മാർക്ക് ഇല്ലാത്ത മാർക്കിന്റെ അടിസ്ഥാനത്തിൽ റാങ്ക് നിർണ്ണയിക്കുകയോ ചെയ്യുന്നതാണ് സമിതിയുടെ പരിഗണനയിലുള്ളതെന്നാണ് വിവരം. സമിതിയുടെ അന്തിമ റിപ്പോർട്ട് ഇന്നോ നാളെയോ കൈമാറും. മറ്റൊരു വാർത്ത പറയുന്നു: ജോസ, ഫീസ് നിരക്ക് ഇങ്ങനെ. IIT, NIT തുടങ്ങിയ മികച്ച സ്ഥാപനങ്ങളിലെ പ്രവേശനത്തിന് ജോസ സീറ്റ് അലോക്കേഷൻ സമയത്ത് ഓൺലൈനായി അടയ്ക്കേണ്ട ഫീസ് നിരക്കുകൾ പ്രഖ്യാപിച്ചു. ആദ്യ റൗണ്ടിൽ രേഖകളെല്ലാം അപ്ലോഡ് ചെയ്തിട്ട് സീറ്റ് അക്സെപ്റ്റൻസ് ഫീസ് 35,000 രൂപ, പട്ടിക ഭിന്നശേഷി വിഭാഗക്കാർക്ക് 17,500 രൂപ. NIT താൽക്കാലിക അലോട്ട്മെന്റ് കിട്ടിയ വിദ്യാർത്ഥികൾ ജോസ 5-ാം റൗണ്ടിനൊടുവിൽ പാർഷ്യൽ അഡ്മിഷൻ ഫീസ് 45,000 രൂപ, പട്ടിക ഭിന്നശേഷി വിഭാഗക്കാർക്ക് 20,000 രൂപ. കൃത്യസമയത്ത് തുക അടയ്ക്കാതിരുന്നാൽ പ്രവേശനം ലഭിക്കില്ല. വെബ്സൈറ്റ് josa.nic.in എന്ന വെബ്സൈറ്റാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ളത്. IIT പുതുക്കിയ കട്ട് ഓഫ് മാർക്ക്. IIT റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെങ്കിൽ JEE അഡ്വാൻസിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് വിഷയങ്ങൾക്ക് ഇനി പറയുന്ന തോതിലെങ്കിലും മാർക്ക് വേണം. കട്ട് ഓഫിനുള്ള മാർക്ക് ശതമാനവും അതിനു തുല്യമായി നിജപ്പെടുത്തിയിട്ടുള്ള മാർക്കുമാണ് പട്ടികയിൽ. ഓരോ വിഷയത്തിനും പരമാവധി മാർക്ക് 120, 3 വിഷയങ്ങൾക്കും ചേർത്ത് 360. കൂടുതൽ വിവരങ്ങൾക്ക് JEEadvance.ac.in എന്ന സൈറ്റിലെ ക്വാളിഫയിങ് മാർക്സ് ലിങ്കിലുണ്ട്. ഓരോ വിഷയത്തിൻ്റെയും മാർക്കും ശതമാനവും ചേർത്ത് ഒരു പട്ടിക രൂപത്തിൽ ഇന്ന് മലയാള മനോരമ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. മറ്റൊരു വാർത്ത പറയുന്നു: CBSE 9-11 ക്ലാസ്സുകളിൽ ഓപ്പൺ ബുക്ക് പരീക്ഷ. രാജ്യത്തെ തെരഞ്ഞെടുത്ത CBSE സ്കൂളുകളിലെ 9-11 ക്ലാസ്സുകളിൽ ഓപ്പൺ ബുക്ക് പരീക്ഷ ഈ വർഷം പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കും. പരീക്ഷയുടെ മാനദണ്ഡങ്ങൾ തയ്യാറാക്കുകയാണെന്നും നവംബർ-ഡിസംബർ മാസത്തോടെ പരീക്ഷ നടത്താൻ സാധിക്കുമെന്നുമാണ് പ്രതീക്ഷയെന്നും CBSE വൃത്തങ്ങൾ പ്രഖ്യാപിച്ചു. ഇനി മറ്റൊരു വാർത്ത പറയുന്നു: ദേശാഭിമാനി പത്രത്തിൻ്റെ വിദ്യാഭ്യാസം പേജിൽ കുസാറ്റ് പ്രവേശനം. ബിടെക്കിന് 25 വരെ ഓപ്ഷൻ നൽകാം. കുസാറ്റ് പ്രവേശനത്തിനായി നടന്ന പൊതുപ്രവേശന പരീക്ഷ CAT 2024 റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് പ്രവേശന നടപടികൾ ആരംഭിച്ചു. NAC A+ഉം ബിടെക് പ്രോഗ്രാമുകൾക്ക് NBA അംഗീകാരവുമുള്ള കുസാറ്റ് രാജ്യത്തെ ഉയർന്ന പ്ലേസ്മെന്റ് നിരക്ക് നിലനിർത്തുന്ന സർവകലാശാലയാണ്. ബിടെക്കിന് 1080 സീറ്റുകളാണ് ഇവിടെയുള്ളത്. മറ്റൊരു വാർത്ത പറയുന്നു: IIT മദ്രാസ് പാഠ്യപദ്ധതി പരിഷ്കരിച്ചു. IIT മദ്രാസ് ബിടെക് പാഠ്യപദ്ധതി പരിഷ്കരിച്ചു. കരിക്കുലം ടാസ്ക് ഫോഴ്സിന്റെ ശുപാർശ പ്രകാരമാണ് മാറ്റം. മൊത്തം ക്രെഡിറ്റുകളുടെ എണ്ണത്തിൽ മാറ്റം വരുത്തി. പഠന സമയം 436 മണിക്കൂറിൽ നിന്ന് 400 മണിക്കൂറായി കുറച്ചു. പ്രൊഫഷണൽ സംരംഭകത്വ സാധ്യതകൾ കണ്ടെത്താൻ അത് വിദ്യാർത്ഥികൾക്ക് കൂടുതൽ അവസരം നൽകും. പരിഷ്കരണത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് ബ്രാഞ്ച് മാറാനുള്ള ഓപ്ഷൻ ഇല്ലാതായി. പകരം ഇയർലി എക്സിറ്റ് ഓപ്ഷൻ ഉണ്ടാവും. ഇതോടെ ഇന്നത്തെ വിദ്യാഭ്യാസ വാർത്തകൾ പൂർണ്ണമാവുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.